പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ ഒരു ചെറിയ പുസ്തകം പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ വളരെ താല്പര്യമുള്ള ടോൾസ്റ്റോയുടെ ഒരു അത്ര ചെറുതല്ലാത്ത ചെറുകഥയാണ് എൻ്റെ മനസ്സിൽ നിങ്ങൾക്കായി ഞാനിപ്പോൾ കരുതിയിരിക്കുന്നത്. നിങ്ങൾ ദയവായി സമയം കണ്ടെത്തി ആ അതിമനോഹരമായ കഥ വായിക്കാൻ ദയവായി ശ്രമിക്കണമെന്ന് ഏവരോടും സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് ആ കഥയുടെ പേര്? മാസ്റ്റർ ആൻഡ് മാൻ എന്നതാണ് എൻ്റെ പേര്. മാസ്റ്റർ ആൻഡ് മാൻ ബൈ കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്. ഇത് വായിക്കാതെ പോയാൽ അത് വലിയ നഷ്ടമായിരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊന്ന് വളരെ ഹ്രസ്വമായി ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇതിൽ പ്രധാനമായും 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. 2 മനുഷ്യരും ഒരു മൃഗവും. മനുഷ്യരുടെ പേര് വാസിലി നിക്കോളായവിച്ച് ബ്രഖ്നോഫ് എന്നാണ്. ചില കട്ടിയായ പേരാണ്. എനിക്ക് പേര് പ്രായം കൂടുന്നതുകൊണ്ടായിരിക്കും പേര് ഓർത്തെടുക്കാൻ പ്രയാസമാണ്. നിങ്ങൾ ദയവായി ക്ഷമിക്കുന്നു. വാസിലി എന്ന് മാത്രം ഓർത്താൽ മതി. വാസിലി ഒരു ഭൂ ഉടമയാണ്. അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം ഒരു പണക്കൊതിയനാണ്. അദ്ദേഹം ഭൂമി സ്വന്തമാക്കുന്നതിൽ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് വിചാരിച്ചാൽ മതി. എത്ര കിട്ടിയാലും തികയത്തില്ല. അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ്റെ പേര് നിഖിത എന്നാണ്. നിഖിത വേലക്കാരൻ്റെ പേര് നിഖിത, NIKHITA. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു സ്ലെഡ്ജ് ഉണ്ട്. അത് വലിക്കുന്നത് ഒരു കുതിരയാണ്. ആ കുതിരയുടെ പേരാണ് മുഖോർട്ടി എന്ന് പറയും. മുഖോർട്ടി. അപ്പോൾ ഈ 3 പേര് മനസ്സിൽ ഓർത്തിരുന്നാൽ സഹായിക്കും. വാസിലി, നിഖിത, മുഖോർട്ടി. വാസിലിയാണ് ഇതിനകത്തെ ധനാഢ്യൻ. അദ്ദേഹത്തിൻ്റെ ഭൃത്യനാണ് ഈ എന്താണ് പറയുന്നത് നിഖിത. അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പേരാണ് മുഖോർട്ടി എന്നുള്ളത്. ഇത്രയും നമുക്ക് ഓർത്തിരിക്കും. ഒരു ദിവസം ഈ വാസിലി നിക്കോളായവിച്ച് ബ്രഖ്നോവിന് ഒരു അറിവ് കിട്ടി. അതെന്താണ്? അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് നിന്ന് അല്പം അകലെയായി ഒരു എസ്റ്റേറ്റ് വിൽപ്പനയ്ക്കുണ്ട്. ആ എസ്റ്റേറ്റ് വളരെ അധികം ചിലവില്ലാതെ ചുളുവായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അത് വാങ്ങിച്ചാൽ അതൊരു മുതൽക്കൂട്ടാകും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വാസിലി അത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ റഷ്യയിലെ വിൻ്ററാണ്. മരം കോച്ചുന്ന തണുപ്പ്, എല്ല് തുളയ്ക്കുന്ന കാറ്റ് നന്നായി വീശുന്നുണ്ട്, നന്നായി മഞ്ഞ് പൊഴിയുന്നുണ്ട്. റഷ്യയിലൊക്കെ മഞ്ഞ് പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഞ്ചരിക്കേണ്ട പാത കാണാതാകും. ഞാൻ ഒരിക്കൽ ഒത്തിരി നാൾ മുൻപ് ഒരു ജനുവരി മാസം 4-ാം തീയതി എനിക്ക് ഡൽഹിയിൽ നിന്ന് ലണ്ടനിൽ പോകണം. അന്ന് ഞാൻ എയ്റോഫ്ലോട്ടിലാണ് പോയത്. കാരണം എയ്റോഫ്ലോട്ടിൽ യാത്രക്കൂലി വളരെ കുറവാണ്. മറ്റേത് എയർലൈൻസിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് അവരുടെ യാത്രാക്കൂലി. അതുകൊണ്ട് ഞാൻ ഒരു എയ്റോഫ്ലോട്ട് ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് ഞാൻ ലണ്ടനിലോട്ട് പോകുന്ന വഴി അപ്പോൾ മോസ്കോയിൽ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകണം. ഡൽഹി മോസ്കോ ഫ്ലൈറ്റ് അങ്ങ് വളരെ താമസിച്ചു പോയി. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് അവസാനം മോസ്കോയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും മോസ്കോയിൽ നിന്ന് ലണ്ടനിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് തന്നെ പോയി കഴിഞ്ഞിരുന്നു. ഏതായാലും അവരെന്നെ ഒരു പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെയുള്ള ഒരു ഹോട്ടലിൽ രാത്രി കൊണ്ട് അവരുടെ ചിലവിൽ താമസിപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ റഷ്യൻ വിൻ്റർ എന്താണ്. നോക്കിയാൽ മഞ്ഞിൻ്റെ ഒരു സമുദ്രം മാത്രമേ കാണത്തുള്ളൂ, ഒരു ഇല പോലും കാണാനില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഓർത്താൽ ഈ കഥ കുറച്ചുകൂടെ ആസ്വദിക്കാൻ നോക്കുക എന്നതുകൊണ്ടാണ് ഞാനൊരു ദൃക്സാക്ഷി വിവരണം പോലെ എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, അതായത് വാസിലിയുടെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ രാത്രി പോകരുത്, അപകടമാണ്, നിങ്ങൾക്ക് രാവിലെ പോയിക്കൂടെ. അതിനകത്ത് പറഞ്ഞിട്ട് രാവിലെ വരെ ഞാൻ കാത്തിരുന്ന വേറെ ഒരു ഇത്
ചുള്ളിൽ തട്ടിക്കൊണ്ട് പോകും, വലിയ നഷ്ടമായിരിക്കും. അത് സാരമില്ല, ഞാൻ പോകും. അപ്പം അദ്ദേഹം ഈ നിഖിതയെ വിളിക്കുന്നു. യജമാൻ വിളിച്ചാൽ ഭൃത്യനെ പോകാതിരിക്കാനോ പോകും. ഭൃത്യനും പറയുന്നുണ്ട് ഈ സമയത്ത് പോകുന്ന അത്ര ശരിയല്ല, അപകടമാണ്. അതൊന്നും വാസിലി കേൾക്കത്തില്ല. അദ്ദേഹം പോകാനായി ഇറങ്ങുന്നു. യജമാനെ വിശ്വസ്തയോടെ സേവിക്കുന്ന ഭൃത്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങുന്നു. ഈ സ്ലെഡ്ജിൽ മുക്കോട്ടി എന്ന് പറയുന്ന കുതിരയെ കെട്ടി ഇങ്ങനെ പോവുകയാണ്. പിന്നെ ടോൾസ്റ്റോയ് അവിടെ യാത്രയെ അതിമനോഹരമായ വിസ്മയപൂർണ്ണം, നമുക്ക് അത്ഭുതം എന്ന വിധത്തിൽ വർണ്ണിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാനൊക്കെ, അത് വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അപ്പോൾ ഈ യാത്രയുടെ മധ്യത്തിൽ അവർ പലയിടങ്ങളിൽ വലിയ വലിയ പ്രതിസന്ധിയിലെത്തുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, അതിനിടെ 2 തവണ അവർക്ക് രാത്രി പാർക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. അവിടെയുള്ള ആളുകളും പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഈ രാത്രിയിൽ യാത്ര തുടരരുത്, ഇവിടെ താമസിക്കുക, പകലാകുമ്പോൾ പോകാമല്ലോ, നേരെ രാവിലെ എന്നിട്ട്. അതൊന്നും ഈ വാസിലി കേൾക്കത്തില്ല. കാരണം അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ ഭൂമി കൈക്കലാക്കണം. ആർത്തി 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 എത്ര കിട്ടിയാലും മതിയാകത്തില്ലല്ലോ, നമുക്കറിയാലോ. ഷേക്സ്പിയർ പറയുന്നുണ്ട്, കടലിന് അതിൻ്റെ അതിരുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ മോഹങ്ങൾക്ക് അതിരില്ല. ദ സീ ഹാസ് ഇറ്റ്സ് ലിമിറ്റ്സ് ബട്ട് ഹ്യൂമൻ ഡിസയേഴ്സ് നൺ എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പോയി അവസാനം ഈ യജമാനും ഭൃത്യനായ നിഖിതയും അവർ സഞ്ചരിച്ച വണ്ടി വലിച്ചുകൊണ്ട് പോയ മുഖോർത്തി എന്ന് പറയുന്ന ഈ കുതിരയും കൂടെ ഒരു കുഴിയിൽ വീഴുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ, വണ്ടി വലിച്ചു കയറ്റാൻ ഒക്കത്തില്ല. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ മഞ്ഞ് കാറ്റടിക്കുകയാണ്. ബ്ലിസാർഡ് എന്ന് പറയും, ബ്ലിസാർഡ്. അത് ജീവനെടുക്കാൻ പര്യാപ്തമാണ്, അത്ര ഘോരമാണ്. അവരാകെപ്പാടെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അവസാനം ഈ വാസിലി എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ കുതിരപ്പുറത്ത് കയറി മുക്കോട്ടിയെ ഈ വണ്ടിയിൽ നിന്ന് അഴിച്ച് അവൻ്റെ ഭൃത്യനായ നിഖിതയെ അതിനകത്ത് ഉപേക്ഷിച്ച് അവനോട് കളി ചത്തുപോട്ടെ, വേലക്കാരൻ്റെ ജീവൻ എന്താണ് വില, എൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഈ മുക്കോട്ടി എന്ന് പറയുന്ന കുതിരയുടെ പുറത്ത് കയറി അദ്ദേഹം പോകും. പക്ഷേ ഈ കുതിരയ്ക്ക് ഈ നിഖിതയെ വിട്ടുപോകാൻ ഒരു വിധത്തിലും മനസ്സില്ല. കാരണം നിഖിത ആ കുതിരയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാസിലിയും നിഖിതയും തമ്മിലുള്ള ബന്ധം യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമാണ്. അതേ ബന്ധമാണ് നിഖിതയും മുക്കോട്ടിയും തമ്മിലുള്ള, അതായത് ഭൃത്യനും കുതിരയും തമ്മിൽ. ആ കുതിരയുടെ യജമാനനാണ് നിഖിതയുടെ യജമാനനാണ് വാസിലി. പക്ഷേ വാസിലി എന്ന് പറയുന്ന യജമാനന് പണക്കൊതിയനായതുകൊണ്ട് അവൻ്റെ ഭൃത്യനായ അവനെ വളരെ വിശ്വസ്തയോടുകൂടെ സേവിക്കുന്ന നിഖിതയോട് യാതൊരു കടപ്പാടും ഉള്ളതായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. അവൻ ഒക്കുന്നിടത്തൊക്കെ നിഖിതയെ കളിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അവൻ്റെ അടുത്തുള്ള പള്ളിയിൽ വരുന്ന ഈ ഞായറാഴ്ച വരുന്ന ആ ഒരു സംഭാവനയിൽ അത് കുറച്ചൊക്കെ പുള്ളി മോഷ്ടിക്കുന്നതൊക്കെ ഉണ്ട്. അത് പിന്നെ കൂടുതലായിട്ട് ഞാൻ വിശദമായിട്ട് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഈ കുതിരയുടെ പുറത്ത് കയറി എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു പോയി കുറേ കഴിയുമ്പോൾ കുതിര മുമ്പോട്ട് പോകത്തില്ല. കുതിര ഇയാളെ നിലത്തിട്ട് വെച്ച് നേരെ തിരിച്ച് നിഖിതയുടെ അടുത്ത് വരുന്നത്. അതൊക്കെ ഹൃദയസ്പർശിയാണ്, അതിമനോഹരമാണ്. അപ്പം ഈ കുതിരയില്ലാതെ ഇദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് ഇദ്ദേഹം കുതിരയെ അനുഗമിച്ച് തൻ്റെ ഭൃത്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അവിടെ വന്നെത്തുമ്പോൾ നിഖിത അങ്ങ് വളരെ കഷ്ടത്തിലാണ്, മരിക്കാറാകുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോകുകയാണ്, എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ആദ്യമായി ഈ വാസിലി എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഹൃദയം അലിയുകയാണ്. മുമ്പൊരിക്കലും അനുഭവിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവനായിത്തീരുകയാണ്. അവൻ വലിയ ചൂടുള്ള വലിയ കോട്ടാണ്, ഫർ കോട്ടാണ് ഇട്ടിരിക്കുന്നത്. അവൻ അതുകൊണ്ട് ഈ ശൈത്യം അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ അതൊന്നുമില്ലാതെ വളരെ തുച്ഛമായ വസ്ത്രം മാത്രം ധരിച്ചിരിക്കുന്ന നിഖിത വേലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ തണുപ്പ് മാരകമാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, അവൻ നരങ്ങുകയാണ്, ഞാൻ മരിക്കാൻ പോകുന്നു, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ മനുഷ്യൻ്റെ, അതായത് വാസിലി എന്ന് പറയുന്ന ഈ യജമാനൻ്റെ മനസ്സിൽ അവൻ്റെ ഭൃത്യനെ പറ്റിയുള്ളൊരു ആർദ്രത പിറന്നു വീഴുകയാണ്.
ഒരുപക്ഷെ അവനെ തന്നെ അമ്പരപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കൂട്ട് അഴിച്ച് വിടർത്തിയിട്ട് തൻ്റെ ഭൃത്യൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൻ്റെ ശരീരം ചൂടാക്കി വയ്ക്കുന്നതിന് അതായത് വാസിലി അവൻ്റെ ഭൃത്യനായ നിഖിതയുടെ പുറത്ത് കിടക്കുകയാണ്. കാരണം ശരീരത്തിൻ്റെ ചൂട് കൊണ്ടും ശരീരത്തെ നന്നായി കവർ ചെയ്യുന്ന ഫർക്കൗട്ടിൻ്റെ സഹായം കൊണ്ടും അവനെ തണുത്ത് കോച്ചി മരിച്ചു പോകാതെ സംരക്ഷിക്കാനായിട്ട് ഈ വാസിലി എന്ന് പറയുന്ന യജമാനന് വേറെ യാതൊരു മാർഗവുമില്ല. അങ്ങനെ അവൻ കിടക്കുന്നു. ഈ തണുപ്പിൻ്റെ ഈ ക്രൂരത മുഴുവനും താൻ ഏറ്റെടുക്കുന്നു. പിറ്റേ ദിവസം അതിലെ ആളുകൾ കടന്നു പോകുമ്പോൾ മരിച്ചു കിടക്കുന്ന വാസിലിയെയും അങ്ങനെ വാസിലിയാൽ സംരക്ഷിക്കപ്പെട്ടു എന്നുകൊണ്ട് ഇപ്പോഴും ജീവനുള്ള അദ്ദേഹത്തിൻ്റെ ദാസനെയും അദ്ദേഹത്തിൻ്റെ വേലക്കാരനെയുമാണ് നിഖിതയുമാണ് കാണുന്നത്. അങ്ങനെ നിഖിത രക്ഷപ്പെടുന്നു. അപ്പം ഇതിൻ്റെ അർത്ഥം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ഈ ചെറുകഥയുടെ ശീർഷകം മാസ്റ്റർ ആൻഡ് മാൻ, അതായത് യജമാനനും മനുഷ്യനും എന്നാണ്. നാം ന്യായമായി പ്രതീക്ഷിക്കുന്നത് യജമാനനും ദാസനും എന്നായിരിക്കണം, മാസ്റ്റർ ആൻഡ് സെർവൻറ്റ് എന്നാണ്. നിങ്ങൾക്ക് ഹെഗലിൻ്റെ കൃതികൾ പരിചയമുള്ളതുകൊണ്ട് ഹെഗൽ പറയുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യൻ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് അത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അത് വളരെ പ്രകടമാണ്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ മനുഷ്യനും തമ്മിൽ മറ്റൊരു ബന്ധം സാധ്യമാകണം. യജമാനനും ദാസനും എന്ന ബന്ധത്തിൽ നിന്ന് മനുഷ്യനും തമ്മിലൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ആത്മീയതയുടെ ലക്ഷ്യമെന്ന് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് തൻ്റെ സർഗാത്മകതയിൽ കൂടെ അവതരിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ചെറുകഥയാണ്, അല്പം ദീർഘമുള്ള ചെറുകഥയാണ് ഈ മാസ്റ്റർ ആൻഡ് മാൻ എന്നുള്ളത്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ വാസിലിയും ഈ അദ്ദേഹത്തിൻ്റെ ഭൃത്യനും മനുഷ്യനുമായിരുന്നില്ല. അവർ യജമാനനും ഭൃത്യനുമായിരുന്നു. വാസിലിയും നിഖിതയും മനുഷ്യനുമായിരുന്നില്ല. അവർ തമ്മിലുള്ള ബന്ധം യജമാനനും ഭൃത്യനും എന്നുള്ളതായിരുന്നു. ആ ഒരു കാഴ്ചപ്പാടിലാണ് വാസിലി നാളിതുവരെയും നിഖിതയെ കണ്ടിരുന്നതും കൈകാര്യം ചെയ്തിരുന്നതും. അതുകൊണ്ട് അവൻ പാവപ്പെട്ടവനായിരുന്നിട്ടും അവനെ ചൂഷണം ചെയ്യുന്നതിൽ വാസിലി യാതൊരു മനസാക്ഷിയുടെ കുത്തും അനുഭവിച്ചിരുന്നില്ല. അത് അവൻ്റെ മിടുക്കായി അവൻ കരുതിയിരുന്നു. അങ്ങനെയുള്ള വ്യക്തി ഈ പ്രകൃതിയുടെ ക്രൂരതയുടെ അവസ്ഥയിലായി അവൻ്റെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മാത്രമേ സനാതനമായ ജീവിത സത്യങ്ങൾ തിരിച്ചറിയുവാൻ അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചുള്ളൂ. അവൻ മരിച്ചതിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനായി തീർന്നത് എന്ന വലിയ ആഴമേറിയ ആശയമാണ് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ഈ കഥയുടെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. വാസിലി gets liberated from his distorted identity as the master and is born again as a man through this very tragic experience. അത് വളരെ അത്ഭുതാവഹമാണ്. മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? എൻ്റെ ജീവൻ പണയപ്പെടുത്തിയും ഞാൻ നിൻ്റെ ജീവനെ സംരക്ഷിക്കും, നീ ആരായിരുന്നാലും. അതാണ് മനുഷ്യത്വത്തിൻ്റെ ആധികാരികമായ മുഖമുദ്ര എന്ന് ലോകത്തെ എക്കാലത്തും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുവാൻ പര്യാപ്തമായ അതിമനോഹരമായ മാഹാത്മ്യം വർണ്ണിക്കാൻ നമുക്ക് കഴിവില്ലാത്ത വിധത്തിലുള്ള ഒരു കൃതിയാണ് മാസ്റ്റർ ആൻഡ് മാൻ. അത് പ്രത്യേകിച്ച് ഇന്ന് ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ കിരാതമായ കരാളമായ മൃഗങ്ങളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടും അധികാരമോഹവും ക്രൂരതയും ഒക്കെ വെച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളുകൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മാസ്റ്റർ ആൻഡ് മാൻ ബൈ കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ടോൾസ്റ്റോയ് ഒരു വലിയ പ്രഭുവായിരുന്നു.
അദ്ദേഹത്തിന് 14,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഒരു വലിയ വലിയ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് 700 ഭൃത്യന്മാരുണ്ടായിരുന്നു. സെർഫ് എന്ന് പറയും, SERF. അവരെയൊക്കെ അദ്ദേഹം വിമോചിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. മാത്രമല്ല, ഈ വ്യവസ്ഥിതിയോട് തന്നെ പൊരുത്തപ്പെടാൻ കഴിയാതെ അദ്ദേഹം തൻ്റെ ഭവനത്തിൽ നിന്ന് 82ാമത്തെ വയസ്സിൽ ഇറങ്ങി എവിടേക്കെന്ന് അറിയാതെ നടന്നുപോയി ഒരു ട്രെയിനിൽ കയറി ദൂരെ ചെന്ന് രോഗം ബാധിച്ച് ഒരു അന്യൻ്റെ വീട്ടിൽ, ഒരു സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിൽ കിടന്നാണ് മരിക്കുന്നത്. അത്രമാത്രം മനുഷ്യനിർമ്മിതമായ ഈ വ്യവസ്ഥിതിയോടും അതിൻ്റെ കിരാതനമായ സ്വഭാവത്തോടും വെറുപ്പുണ്ടായിരുന്ന ടോൾസ്റ്റോയ് ഇപ്രകാരമുള്ള ആത്മീയ ആശയങ്ങളുടെ ഗാംഭീര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കഥ മനുഷ്യരാശിക്ക് സംഭാവന ചെയ്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിങ്ങൾ ദയവായി ഈ കഥ വായിക്കണം. വായിച്ചില്ലെങ്കിൽ നഷ്ടമാണ്. മാസ്റ്റർ ആൻഡ് മാൻ ബൈ കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്. ഓർത്തിരിക്കുക, വാസിലി നിക്കോളായവിച്ച് ബ്രക്കനോവ് എന്നാണ് ഫുൾ നെയിം. അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ്റെ പേരാണ് നിഖിത. അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പേരാണ് മുഖോർട്ടി. ഈ 3 കഥാപാത്രങ്ങൾ കൂടെ സമ്മേളിച്ച് നമുക്ക് നൽകുന്ന ആ സർഗാത്മകതയുടെയും ആശയഗാംഭീര്യത്തിൻ്റെയും വിരുന്ന് അവർണ്ണനീയമാണ്, അതുല്യമാണ്. നിങ്ങൾ ദയവായി വായിക്കണം. നമസ്കാരം.